ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ വയർലെസ് HDMI എക്സ്റ്റൻഡർ. അതായത് നമ്മുടെ വീട്ടിൽ ടി വി ഉണ്ട്, അതേപോലെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് DVRും കാര്യങ്ങളൊക്കെ വേറെ സൈഡിലാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് HDMI കേബിൾ വലിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ മതി. വയർലെസ് HDMI എക്സ്റ്റൻഡർ. ഇത് നമുക്കിത് അതിൽ കാണാം. ട്രാൻസ്മിറ്റർ, അതായത് സെറ്റ് ഓഫ് ബോക്സ്, അതേപോലെ ലാപ്ടോപ്പ്, സർവൈലൻസ് ക്യാമറ, PC, കരോക്ക പ്ലെയർ, എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതാണ്ടില്ലേ, ഇതിൽ രണ്ട് സാധനം ഉണ്ടാവില്ല. അതായത് ഒന്ന് റിസീവർ, ഒന്ന് ട്രാൻസ്മിറ്റർ. അപ്പം ഇതാണ് സാധനം. അപ്പം ഇതിനെ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു സാധനം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേമാതിരി ഉണ്ടാവും. ഒന്ന് HD വയർലെസ് RX ഉണ്ട്, അതേപോലെ TX ഉണ്ട്. ഒന്ന് ട്രാൻസ്ഫർ ആണ്. എവിടുന്നാണ് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ഇത് നമുക്ക് TVക്കും കാര്യങ്ങൾക്കും കൊടുക്കാനുള്ളതാണ്, റിസീവ് ചെയ്യുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതേമാതിരി രണ്ടാണ് HDMI രണ്ട് സാധനം ഉണ്ടാവുക. ഇത് നമുക്ക് അതിൻ്റെ സൈഡിൽ കണ്ടില്ലേ, DC 5 വോൾട്ട്. 5 വോൾട്ടിലാണ് ഇത് നമുക്ക് പ്രവർത്തിക്കണത്. നേരെ ഓപ്പൺ ആക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഇതിന്മേൽ കണക്ഷൻ കൊടുക്കാനുള്ളതാണ്. ഇതിന്മേൽ ജസ്റ്റ് കണക്ഷൻ കൊടുത്തിട്ടാണ് ഈ ഒരു സാധനം വർക്ക് ചെയ്യിപ്പിക്കൽ. ഇതിലെന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ രണ്ട് HDMI ജോയിൻ്റ് ചെയ്യണ ഒരു HDMI രണ്ടെണ്ണം, അതേപോലെ രണ്ട് C ടൈപ്പ് ചാർജർ, അതേപോലെ ജോയിൻ്റ് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ ഒരു കാല്, ഇതെന്താണെന്ന് മനസ്സിലായില്ല, ഏതായാലും ഒരു കാലും ഉണ്ട്. ഇതാണ് ഇതിലുള്ള സംഭവം, കണ്ടില്ലേ. അപ്പം വയറ് കാര്യങ്ങളൊക്കെ എത്താത്തോടത്ത്, അതായത് ചില സ്ഥലത്തൊന്നും നമുക്ക് HDMI ഒന്നും, വേറെ സ്ഥലത്തായിരിക്കും TV ഉണ്ടാവുക. അപ്പോൾ TVക്ക് HDMI കേബിൾ എങ്ങനെയായാലും എത്തില്ലാന്ന് ഉറപ്പുള്ള ടൈലൊക്കെ ഇട്ട സ്ഥലമാണ്, അങ്ങോട്ട് എത്താൻ കഴിയില്ല എന്നുള്ളിടത്ത് ഈ ഒരു സാധനം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.